കരുനാഗപ്പള്ളിയിൽ തുഷാര കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 2013 ചന്തുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധനത്തുകയിൽ കുറവ് വന്നതിനാൽ പ്രതികൾ തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുടങ്ങി. 2019 മാർച്ച് 21 തുഷാര മരിക്കുന്നത്. മൃതദേഹം ശോഷിച്ച നിലയിലായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മൃതശരീരത്തിന്റെ ഭാരം വെറും 21 കിലോഗ്രാമായിരുന്നു. നിരന്തരമായി പ്രതികൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് തുഷാരയുടെ ബന്ധുക്കൾ പറയുന്നു. മോളെ കാണാനോ എടുക്കാനോ പറ്റത്തില്ലായിരുന്നു. എങ്കിൽ തന്നെ എൻ്റെ മോളെ കൊണ്ടും അയാളും ചന്തുലാലും എല്ലാവരും വിളിച്ച് ഓരോ പ്രാവശ്യം ഫോണിൽ കൂടെ വിളിച്ച് സ്ത്രീധനത്തുക ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങനെയുള്ളായിരുന്നു. എല്ലാം വീട്ടിൽ ചെന്ന് കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും രാജ്യത്ത് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. എൻ്റെ അറിവിൽ അത് അപൂർവമാണ്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കേസ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഓം പ്രകാശിന്റെ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഭാര്യ മരിച്ചിട്ടില്ല. ഭാര്യ പട്ടിണിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. 307 മാത്രമാണ് അന്ന് ഉള്ളത്. ശാസ്ത്രീയമായ തെളിവുകൾക്കുപരിയായി അയൽക്കാരുടെയും തുഷാരയുടെ 3.5 വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി. തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി, അച്ഛൻ തുളസീധരൻ, സഹോദരൻ തുഷാന്ത് എന്നിവർ വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.